ഭക്തി താ ജഗദംബേ പ്രേമം താ ജഗദംബേ. പ്രേമസ്വരൂപം ആത്മസ്വരൂപമായിരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. ജീവിതം ഒരു മുന്നറിയിപ്പ്, എല്ലാവരും ടെസ്റ്റ് പേപ്പർ നമ്മൾ പറയുമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ ഒരു തയ്യാറെടുപ്പ് നമുക്ക് ആവശ്യമാണ്. ഇത്ര മണിക്ക് സ്കൂളിൽ പോകണം, അല്ലെങ്കിൽ ഇത്ര മണിക്ക് ജോലിക്ക് പോകണമെന്ന് വെച്ചാൽ നമ്മൾ അതിനുള്ളിൽ എല്ലാം ഒതുക്കി വയ്ക്കേണ്ടതൊക്കെ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എല്ലാം ഒതുക്കി വയ്ക്കും. അപ്പോൾ പൂർവ്വം ചെയ്യുമ്പോൾ ഇത്ര മണിക്ക് പോകണം എന്നുള്ള ലക്ഷ്യമുണ്ടല്ലോ. അതുകൊണ്ടാണ് കറക്റ്റ് നമുക്ക് ഇറങ്ങാൻ സാധിക്കുന്നത്. അതുപോലെ സ്കൂളിൽ പഠിക്കാൻ കോളേജിൽ പഠിക്കാൻ പോകുമ്പോഴോ അല്ലെങ്കിൽ ഒരു കല്യാണത്തിന് പോകുമ്പോഴോ മറ്റേത് കാര്യത്തിന് ഇങ്ങനെ ഇത്ര മണിക്ക് പോകണോ, ഇത്ര മണിക്കുള്ള ബസ് വേണം എന്നുള്ള വെച്ചിരുന്നു. അപ്പോഴും ആ തയ്യാറെടുപ്പ് നമുക്ക് കാണും. ഇത്ര തീയതി പരീക്ഷയാണ്, അപ്പോൾ ശ്രദ്ധിച്ച് പഠിച്ചാലേ പറ്റുള്ളൂ. അപ്പം നമ്മൾ കുറച്ച് ഭക്ഷണം കഴിച്ച് വെളുപ്പിൽ തന്നെ എഴുന്നേക്കും, സിനിമ കാണാൻ പോകത്തില്ല, അല്ലെ ഫോൺ നോക്കിയിരിക്കില്ല, പഠിക്കണം എന്നുള്ളത്. അപ്പോൾ അവിടെയാണ് വിജയം. അപ്പോൾ ആ ഒരു തയ്യാറെടുപ്പ് എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാകണം. താൻ ചെയ്യേണ്ടതെല്ലാം വേണ്ട പോലെ ചെയ്യുകയും ബാക്കി ഈശ്വരനെ അർപ്പിക്കുകയും തന്നെ കൊണ്ട് പറ്റുന്ന പരിശ്രമിക്കുക, ബാക്കി അവിടത്തേക്ക് വിട്ടുകൊടുക്കുക. അങ്ങനെയുള്ള ഒരാൾക്ക് ഏത് പരീക്ഷണഘട്ടത്തെയും തരണം ചെയ്യാൻ സാധിക്കും. അയാളൊന്നിലും ഭയപ്പെടേണ്ട അല്ലെങ്കിൽ ആശങ്കപ്പെടേണ്ട ആവശ്യമില്ല. ശ്രീകൃഷ്ണ ഭഗവാന്റെ ഉപദേശങ്ങളും ജീവിതവും അത് തന്നെ നമുക്ക് കാട്ടിത്തരുന്നു. കൃഷ്ണ ഗോപാലെന്ന് പറയാറുണ്ട്. ഉണ്ണിക്കണ്ണൻ ചെറുപ്പത്തിൽ കാളക്കുട്ടിയുടെ വാല് പിടിച്ചുകൊണ്ടാണ് നടക്കാൻ പഠിച്ചതെന്ന് പറയാറുണ്ടല്ലോ. ഗോ എന്ന സംസ്കൃതത്തിന് ഭൂമി എന്ന് അർത്ഥമുണ്ട്. മനുഷ്യൻ പ്രകൃതിയുമായി ഇണങ്ങി ജീവിക്കണം. പ്രകൃതിയുടെ യജമാനാകാൻ നമ്മൾ ശ്രമിക്കരുത്. അതാണ് സനാതനമം നമ്മളെ പഠിപ്പിക്കുന്നത്. ഭൂമാതാവിനോടും പ്രകൃതിരൂപങ്ങളോടും നമുക്ക് ആദരവും ബഹുമാനവും ഉണ്ടായിരിക്കണം. നമ്മൾ പ്രകൃതിയുമായി തളലയത്ത് ജീവിക്കുമ്പോൾ അത് മനുഷ്യരാശിക്ക് ആകമാനം പ്രയോജനം ചെയ്യും. ഈ പാഠം നമ്മൾ വിസ്മരിച്ചാൽ നമുക്ക് ഭയങ്കരമായ തിരിച്ചടി നേരിടേണ്ടി വരും. അതാണ് ഇപ്പം നമ്മളെല്ലാവരും അനുഭവിക്കുന്നത്. സദാ കർമ്മനിരതമായ ഒരു ജീവിതവും കർമ്മത്തിനേറെ പ്രാധാന്യമുള്ള അധ്യാത്മദർശനവും ശ്രീകൃഷ്ണ ഭഗവാൻ ലോകത്തിന് കാഴ്ചവെച്ചു. താൻ ഉപദേശിച്ചതെല്ലാം സ്വജീവിതത്തിലൂടെ അദ്ദേഹം ജീവിച്ച് കാണിച്ചു തന്നു. കുരുക്ഷേത്ര ഭൂമിയിൽ ഭഗവാൻ അർജുന ഉപദേശിച്ച ഗദാശാസ്ത്രം സനാതനധർമ്മത്തിൻ്റെ അടിസ്ഥാന ഗ്രന്ഥമാണ്. ഈശ്വരമഹിമയെ പ്രകാശിപ്പിക്കുന്ന അനേകം ഗ്രന്ഥങ്ങൾ നമുക്കുണ്ട്. എന്നാലൊരു അവതാര പുരുഷൻ പരമാത്മാവായി ഇരിക്കവേ തന്നെ സ്വന്തം അനുഭവത്തിൻ്റെ രൂപത്തിൽ ഈശ്വരമഹിമയെ വ്യക്തമാക്കുന്നു. ഭഗവത്ഗീതയുടെ 9-ാം അധ്യായത്തിൽ ഭഗവാൻ ഒരു കാര്യത്തിൽ നമുക്ക് ഉറപ്പ് നൽകുന്നു. ആരുടെ മനസ്സാണ് എപ്പോഴും തന്നിൽ ലയിച്ചിരിക്കുന്നത് അവരുടെ യോഗവും ക്ഷേമവും ഞാൻ സംരക്ഷിക്കും. ഒരു സ്വാമി ഈ പ്രഭാഷണത്തിനിടയിൽ ഈ ശ്ലോകം വ്യാഖ്യാനിക്കുന്നത് ഒരു ഭക്തൻ കേട്ട്, ഈ ഭക്തൻ ഈ സ്വാമിയുടെ പ്രഭാഷണം കേട്ടതിന് ശേഷം സ്വാമിയുടെ പുറകെ ഈ ഭക്തനും പുറകെ പോയി ആശ്രമത്തിലോട്ട്. സ്വാമിയോട് ഈ ഭക്തൻ ചോദിച്ചു, എനിക്കില്ലാത്ത ഭഗവാൻ നൽകുമെന്ന് പറഞ്ഞത് ശരിയാണോ എന്ന് ചോദിച്ചു. സ്വാമി ഭക്തനോട് പറയാണ്, തീർച്ചയായും ഭഗവാൻ അത് നൽകും. പക്ഷേ എന്നാൽ നിങ്ങളുടെ മനസ്സ് ആ പരമാത്മത്തിൽ ഏകാഗ്രമായിരിക്കുകയും ഭഗവാൻ ലയിക്കുകയും ചെയ്യണം. ഭക്തനെന്ന് പറയുന്ന ആൾ സ്വാമിയോട് ഞാൻ എത്ര നേരത്തേക്കാണ് ഭഗവാൻ ഏകാഗ്രമായിരിക്കേണ്ടത്? സ്വാമി പറഞ്ഞു, 5 മിനിറ്റ് ഭഗവാനിൽ മറ്റൊന്നിലേക്കും പോകാതെ ഏകാഗ്രമാക്കാൻ കഴിയുന്നെങ്കിൽ നിങ്ങളത് തന്നെ വലിയ കാര്യം. അപ്പോൾ ഈ ഭക്തനെന്ന് പറഞ്ഞു എന്ന ആൾ പറഞ്ഞു, എനിക്കൊരു ഒരു കൂടിയ കാറ് വേണമെന്ന് ആഗ്രഹമുണ്ട്. ഞാൻ എവിടെ ഇരുന്ന് 5 മിനിറ്റ് നേരത്തേക്ക് മനസ്സിനെ ഈശ്വരൻ ഏകാഗ്രമാക്കി പ്രാർത്ഥിക്കട്ടെ. സമൃദ്ധം വളരെ നല്ല കാര്യം. ഭക്തൻ പത്മാസനത്തിരുന്ന് കണ്ണുകൾ അടച്ച്
ഏകാഗ്രമാക്കി പ്രാർത്ഥിക്കാൻ ശ്രമിച്ചു. എന്നിട്ട് ഈ ഭക്തൻ 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ കണ്ണു തുറന്നിട്ട് സ്വാമിയോട് ചോദിക്കുകയാണ്, സ്വാമി എനിക്ക് കാറിൻ്റെ മോഡലും നിറവും തിരഞ്ഞെടുക്കാൻ സാധിക്കുമോ എന്ന് ഈ ഭക്തനായി ചെന്നാൾ ചോദിക്കുകയാണ് സ്വാമി അടുത്ത്. ഇതുപോലെയാണ് നമ്മുടെയൊക്കെ മനസ്സ് പ്രവർത്തിക്കുന്നത്. കാറും വീടും ഇതൊക്കെ തന്നെ ചിന്തിച്ചിരിക്കുന്ന അത്ര അറ്റാച്ചുള്ള ഒരാൾ കണ്ണടച്ച എന്താ വരാൻ പോകുന്നത്? ഇതൊക്കെ തന്നെ വരുള്ളൂ. ഈ വസ്തുക്കളോടൊക്കെ മമത വെച്ച് ഇതിനോട് മോഹിച്ചിരിക്കുന്ന ഇതൊക്കെ വരുള്ളൂ. ഏത് മോഡൽ കാർ ഇങ്ങനെ ഇതൊക്കെയാണ് അവിടെ മനസ്സിൽ കൂടുതലുള്ള ബന്ധം. അച്ഛനോടും അമ്മയോടും സഹോദരങ്ങളോടൊന്നും അല്ല ഈ കാറ് ആ കാറ്. ഇതുപോലാണ് എല്ലാത്തിനോടും നമ്മുടെ മമത ഇരിക്കുന്നത്. മമത അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിനെ തിരിച്ചുകൊണ്ട് വന്നു പരമാത്മാവിലേക്കാൻ പ്രയാസമാണ്. അത് ഓടിക്കൊണ്ടേയിരിക്കും. അതാണ് കലിയുഗത്തിൽ 2.5 സെക്കൻഡ് ഏകാഗ്രത അത്രയും നല്ലതെന്ന് പറയും. ഒരു പോയിന്റിൽ ഇപ്പോൾ ടി വിയുടെ മുമ്പിൽ ഇരിക്കുമായിരിക്കും, പക്ഷേ പരമാത്മാവിൽ ലയിച്ചിരിക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പരമാത്മാവ് തന്നെ മനസ്സിൽ നിർത്തണമെങ്കിൽ അതിന് പരിശീലനം വളരെ ആവശ്യമാണ്. ആ തത്വങ്ങളും ഗ്രഹിക്കണം, അടിസ്ഥാന തത്വം ഗ്രഹിക്കണം. അപ്പം നമുക്ക് ഇത് ചെയ്യുമ്പോഴും ബോധത്തെ കൊണ്ടുവരാൻ സാധിക്കും. നമ്മൾ പറയില്ല, കൂട്ടത്തിലിരിക്കുമ്പോഴും ഒറ്റയ്ക്കിരിക്കുമ്പോഴും ഒറ്റ. ഇപ്പോൾ കൂട്ടത്തിലിരിക്കുമ്പോഴും നമ്മൾ കൂട്ടമാണ്, ഒറ്റയ്ക്കിരിക്കുമ്പോഴും കൂട്ടത്തിലായിരിക്കുന്നത്. തന്നെ കൊറോണ വന്ന് എത്ര പേര് മരിച്ചു? ആർക്കും അവരെ പോയി കാണാൻ പറ്റി? ആ ജഡം കരിക്കുന്നത് പോലും കാണാൻ പറ്റിയില്ല. തനിക്ക് ഈ അസുഖം വരുമെന്ന് പേടിച്ചിട്ട് പലരും പോകത്തില്ല. മരിക്കുന്നവർ കുഞ്ഞുങ്ങളെ ഓർത്തിട്ട് എനിക്ക് ആരെയും കാണാൻ പറ്റുന്നില്ലല്ലോ, അവർക്കും അവരെ കൂടെ പോകാൻ സാധിച്ചില്ല. വേണ്ട, ഇതാണ് ജീവിതം. എത്ര കണ്ടാലും കേട്ടാലും നമ്മൾ മനുഷ്യനോട് നല്ല വാക്ക് പറയാനോ സ്നേഹവും പെരുമാറാനോ ഒരു ചെറിയ സഹായം നൽകാനോ ഒന്നും മടിയാണ് നമുക്ക്. വിട്ടുവീഴ്ച അല്പം പോലും ഇല്ല നമ്മളിൽ.
കര കാണാത്തൊരു കരുണ അലയിളകും നൻപിൻ പെരുമാ നിലയറിയാത്ത നിതാന്ത നിയോഗം നിലയറിയാത്ത നിതാന്ത നിയോഗം അറിയുകയൻ ഗുരുവേ. It took many years for the family to accept Amma. As you rightly pointed out, initially the ashram had nothing. Nobody knew Amma. There were no buildings, no property, no wealth, no public or government support. There were only skeptics, critics, and opponents. So from a worldly point of view, there was nothing concrete, nothing to quantify. So they were convinced that I was treading the wrong path. Which is natural, I guess, from their point of view. Yeah, of course. Right? Yes. Basically, your love for Amma and that detachment that came as a result was a moment of absolute fearlessness. Yes. So, like, how, like today, for a person listening to this talk, how can we practically bring that same level of fearlessness into our day-to-day lives, whether it be at work or personal life or anything, spiritual life, whatever? You cannot really bring it. You have to let it happen. And I would say that every one of us, whoever you are, wherever you are, regardless of the area of your work, the path you follow, this happens every day in your life. Every day this happens. You are totally unaware of it. That's the only problem. When you become aware of those moments of full love, pure love, fearlessness and surrender, it becomes a sadhana. It becomes spiritual practice. And then you only have to expand that space. Keep expanding and expanding. And that is why we do all these spiritual practices, to lengthen that gap, to make it bigger and bigger and bigger and bigger, till we become as big as the universe, as Amma says. When you're with the Sadguru, Amma kind of creates these situations that seem impossible or almost borderline ridiculous. Did you feel fear in those situations as well, or was there also that complete aspect of fearlessness? I wouldn't say that I was completely fearless, but that was not the predominant emotion. So from experience, we know that Amma's observations and intuitive decisions, even the seemingly illogical ones, are flawless, and the outcome will be the best once implemented. So even so, deep within, we doubt it, especially when Amma, there are occasions when Amma all of a sudden instructs us to dismantle something which was built completely. It was all done and ready to go. And Amma will say, redo, reconstruct it, and in an entirely different way. It's a big blow to your ego. It befalls on you when you take a deep sigh and relax, thinking, finally everything is ready. So happy, and I did it. That's the moment when this happens. So imagine. And we will anyway make the alternations as recommended by Amma, because deep inside we know that the outcome will be the best if we follow Amma's instructions. So there were many such occasions. In fact, it happens quite often. All those who work closely around Amma must have experienced this mysterious way of Amma's functioning. So I will share one incident from Amritavarsham 50. Hundreds or maybe thousands of big buses, thousands of cars and other vehicles from all over India were going to arrive in the city of Kochi. It was an event where nationally and internationally acclaimed artists, speakers, dignitaries, delegates and devotees from the 193 UN member countries were going to participate. And the Kochi, the city was infamous for the worst kind of traffic jam in the state of Kerala. So even a small conference could create a huge traffic block.
So we wanted to try our best to plan the traffic control in and around the main stadium in a meticulous manner. So the organizing committee, with the support of the local administration and the police, unanimously decided to make separate fences on either side of the road leading to the main stadium, one for arriving vehicles and the other for exiting vehicles. So we thought this would be the best possible solution, unaware of what was in store for us. The plan was executed in great speed and in a timely manner, and we were almost convinced that this was going to work perfectly well. So the night of September 22nd, 2003, we received a phone call from Amma. I picked up the phone and the instruction was, change the plan. There was no explanation. Change the plan. Amma wanted all the big and medium-sized vehicles to enter the stadium, offload the passengers, go around the stadium and exit into the main road. That's the plan. And the instructions were clear, perfectly clear, and it was an uncompromising instruction. All my arguments failed. And needless to say, we panicked. We were crazy. We couldn't even think. And the biggest problem was convincing the police and local administration. And what happened next was the stroke of a genius, the least to say. Amma picked up the phone and called the then ADGP, Additional Director General of Police, and explained the advantages of changing the traffic plan. He was fully convinced, and the divine plan was implemented with immediate effect. So thus the whole traffic control plan changed overnight. And the result was miraculous. Over 1 million people from all over the country and abroad participated in the event. Thousands of vehicles came into the city and left without any significant traffic block in the city of Kochi, which otherwise used to be disreputable for traffic jam. And the media praised the traffic control as one of the highlights of Amrita Varsham 50. So even when we are worried, when we think things are not moving fast or in the right direction, somewhere deep down we have a conviction, a faith that everything will be in place at the last minute.